ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ഓൺ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സായു. ഇതാണ് ഫിദു കേട്ടോ, എൻ്റെ ഫ്രണ്ടാണ്. ആൻഡ് ഇതാണ് എൻ്റെ അമ്മ. പിന്നെ നമുക്കിന്ന് വർക്ക് ഉണ്ടായിരുന്നു, ഹെയർ ബ്രൈഡിൻ്റെ മേക്ക് ഓവർ വർക്കായിരുന്നു. സോ ബ്രൈഡിൻ്റെ പേര് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല ഗൈസ്. പെട്ടെന്നിട്ട് വർക്കായിരുന്നു, ഞാൻ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചോദിച്ചായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞേടാ. ആൻഡ് നമ്മളിതാ ഫേസിൻ്റെ വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ബ്രൈഡാട്ടോ, നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു ബ്രൈഡായിരുന്നു. ചേച്ചി എന്ത് വേണമെങ്കിൽ ചെയ്തോ, നല്ല ലുക്ക് ഉണ്ടായാൽ മതി എന്നൊക്കെയായിരുന്നു അവൾക്ക്. പിന്നെ ആളുടെ മുഖത്ത് കുറച്ച് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അണ്ടർ ഐ നല്ല ഡാർക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആളെങ്ങനെ കെയർ ചെയ്യാറില്ല എന്ന് പറഞ്ഞു കേട്ടോ ഇപ്പം. സോ നമ്മളതൊക്കെ ആദ്യം തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫേസിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ആളുടെ നെക്സ്റ്റ് വെഡിങ് കൂടെ ഉണ്ട്. മീൻസ് എന്നുവെച്ചാൽ ഇപ്പം എൻ്റെ നിക്കാഹായിരുന്നു, നെക്സ്റ്റ് കൂട്ടിക്കൊണ്ടുപോലുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹെയറൊക്കെ എടുക്കാനും. നമ്മൾ ഹെയർ എടുത്തില്ല, കാര്യം ആൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അധികമായിട്ട് ഹെയർ വരുമോ എന്നുള്ളത്. സോ നമ്മൾ ഇന്ന് ഹെയർ എടുത്തില്ല. നമ്മൾ അണ്ടർ ഐയും കാര്യങ്ങളൊക്കെ കളർ കറക്ഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഐ മേക്കപ്പൊക്കെ ഒന്നും പ്ലാൻഡ് അല്ല, ഹെയർ സ്റ്റൈലാണെങ്കിലും ഒന്നും പ്ലാൻഡ് അല്ലായിരുന്നു ഗൈസ്. അപ്പം ആൾ പറഞ്ഞു നമ്മളുടെ ഇഷ്ടത്തിനായിരുന്നു ഫുള്ള് വിട്ടുതന്നിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ആകെ ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ലിപ് കളർ വന്നിട്ട് ഡാർക്ക് ആയിരിക്കണം, ലൈറ്റ് കളർ വേണ്ട എന്നൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ ലിപ്പ് അത്യാവശ്യം നല്ല രീതിക്ക് ഡാർക്കാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫേസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഞാൻ കളർ കറക്ഷൻ അതേപോലെ നന്നായിട്ട് പാടുണ്ടായിരുന്നു. സോ നമ്മൾ കളർ കറക്ഷനും അതേപോലെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഏത് ബ്രാൻഡിൻ്റെ ഹൈലൈറ്ററാണ് അതേപോലെ ബ്ലഷാണ് എന്നൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. അതേപോലെ മേക്ക് ഓവർ കോഴ്സ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ബിഗിനേഴ്സ് ആണെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ എവിടുന്നാണ് പഠിച്ചത്, എങ്ങനെ പഠിച്ചത്, കോഴ്സ് നമ്മുടെ ഹെയർ ബ്രൈഡിൻ്റെ ഇതിൽ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ മാരേജോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് പറയാൻ പറ്റും എങ്ങനെ മുന്നേ നമ്മൾ പ്രിപ്പേർഡ് ആയിരിക്കണം മേക്കപ്പിന് എന്നുള്ള. കാരണം ഫേസിൽ ഹെയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലോണം എന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടാവുള്ളൂ. സോ മുന്നേ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഞാൻ ഐ മേക്കപ്പിന് കൂടുതലായിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യാറ് ഐ ഷാഡോ വന്നിട്ട് ഞാൻ ബേസിക്കായിട്ട് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ചില കമ്പനീസിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്. അത് ഞാൻ അങ്ങനെ മാറ്റാറില്ല, കാര്യം അതിൻ്റെ ഫിനിഷിങ് എനിക്ക് എല്ലാ കമ്പനീസിൻ്റെ പ്രോഡക്റ്റിലും തോന്നാറില്ല. അപ്പോൾ അത് ഏതൊക്കെ കമ്പനീസാണെന്നുള്ളതൊക്കെ ഞാൻ മേക്കപ്പിൻ്റെ പ്രൊഡക്റ്റിൻ്റെ എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസും കാര്യങ്ങളും ഇടുമ്പോൾ ഞാൻ പറയുന്നുണ്ട് കേട്ടോ, ഏത് കമ്പനീൻ്റെ പ്രൊഡക്റ്റാണ് എന്താണെന്നുള്ളതൊക്കെ. പിന്നെ ഞാൻ ഐലൈനറായിട്ട് യൂസ് ചെയ്യുന്നത് ജെൽ ഐലൈനറാണ്. അതിൽ എനിക്ക് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ, സംഭവം അടിപൊളിയാണ്, നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. അതേപോലെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. നമ്മുടെ വാട്ടർ പ്രൂഫ് ആണെങ്കിലും അല്ലാത്ത നോർമലാണെങ്കിലും ഇടുന്നതിനേക്കാളും എനിക്ക് ഭംഗി കുറച്ചും കൂടി ഇതാണ്. ഭംഗി മാത്രമല്ല, എന്താ പറയുക, നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും, നല്ല ഫിനിഷിങ്ങും ഉണ്ട്. സോ ഞാൻ അതാണ് യൂസ് ചെയ്യാറ്. ആൻഡ് ഞാൻ ഓൾറെഡി സാധാരണ ഞാൻ യൂസ് ചെയ്യുന്ന ഐലാഷ് വന്നിട്ട് യൂറോ പാരിസിൻ്റെ ആണ്. ബട്ട് ഇന്നലെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് തീർന്നു ഗൈസ്. സോ ഞാൻ വാങ്ങിച്ചത് അത്യാവശ്യം നല്ല ബ്രാൻഡ് തന്നെയാണ്, പക്ഷെ എനിക്ക് പേര് കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ നോക്കിയിട്ട് മെൻഷൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പക്ഷെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. യൂറോ പാരീസിൻ്റെ സെയിം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ആൾ പറഞ്ഞ പോലെ ആൾക്ക് ഞാൻ അത്യാവശ്യം നല്ലൊരു ആളുടെ മുഖത്തിന് ചേരുന്ന അനുസരിച്ച് ഞാനൊരു ഡാർക്ക് ഷെയ്ഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലിപ്പിന്. ബട്ട് ആൾ പറഞ്ഞ പോലെ ആക്കുന്ന ചേരുന്നുണ്ട്. ആളെപ്പോഴും പറയുമായിരുന്നു എനിക്ക് ന്യൂഡ് ഷെയ്ഡ് ചേരില്ല ചേച്ചി, സോ നമുക്ക് കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്താലോ എന്ന് എപ്പോഴും ആൾ പറയാറുണ്ടായിരുന്നു. സോ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ആൾക്ക് ചേരുന്ന പോലെ ഞാൻ ഡാർക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഫേസിന് അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് അമ്മ ക്രിംപ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരെ ഞാൻ ഫേസ് തീർത്തിട്ടില്ല. കാര്യം എനിക്ക് ഫേസിന് നല്ല ടൈം എടുത്ത് ചെയ്യണം, എനിക്കൊരു തൃപ്തിയാവണം, അതുവരെ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ, അതാണ് എൻ്റെ പ്രശ്നം. ആൻഡ് ഇത് അമ്മ ക്രിംപ് ചെയ്ത് സെറ്റാക്കുന്നുണ്ട് ഹെയർ.
സോ നമ്മൾ പിന്നെ ഹെയർ സ്റ്റൈൽ നമ്മൾ ആദ്യമൊന്നും നോക്കിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആൾക്കും ഒരു ഇതുണ്ടായിരുന്നില്ല ഹെയർ സ്റ്റൈൽ എങ്ങനെ വേണം എന്നുള്ളത്. പിന്നെ നമ്മളിത് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടു ആൻഡ് നമ്മളിത് ഹെയർ സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്യാണ്. ആൾക്ക് ബാക്ക് ബണ്ണായിരുന്നു, ബാക്ക് ബണ്ണും പഫും ആയിരുന്നു ചെയ്യേണ്ടത്. പിന്നെ സൈഡ് പാർട്ടീഷനല്ല, നമ്മൾ സെൻറ്റർ പാർട്ടീഷനാണ് എടുത്തത്. അതാണെങ്കിലും സെറ്റായിട്ട് വന്നു, ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് പിന്നെ ഡിസൈൻ എന്താ പറയുക, അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ നോക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ലായിരുന്നു. നമ്മൾ കെട്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആൾ ഓക്കെ പറഞ്ഞു, ആൾക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് പോർഷൻ വിട്ടിട്ടുണ്ടായിരുന്നു, അത് ആൾക്ക് വിടണ്ടാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ അതും കൂടെ ആഡ് ചെയ്ത് ബൺ ചെയ്ത് കൊടുത്തു. ആൻഡ് ഹെയർ സ്റ്റൈലും ആൾക്ക് നല്ലോണം ചേരുന്നുണ്ടായിരുന്നു. നമ്മൾ സെൻറ്റർ മാത്രമായിരുന്നു ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ പഫ് വെക്കേണ്ടായിരുന്നു നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. സോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രൈഡിൻ്റെ ഒപ്പീനിയനായിരുന്നു നമുക്ക് പഫ് വെച്ചാലോ എന്ന്. സോ ഞാൻ ഓക്കെ പറഞ്ഞു, അങ്ങനെ നമ്മൾ പഫ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു, ആൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു. സോ നമ്മളിതാ ചുട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യായിരുന്നു. ആൻഡ് ഫൈനൽ ലുക്ക് എനിക്ക് ഹെയർ സ്റ്റൈലാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻസ് ആൾക്ക് ചേരുന്ന ഒരു ടൈപ്പായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓർണമെൻറ്റ്സ് എടുക്കുമ്പോഴാണെങ്കിലും ഡേ ബൈ ഡേ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനത്തെ ഓർണമെൻറ്റ്സ് എടുക്കണം, ചുട്ടി 3 ലെയർ വേണോ, സിംഗിൾ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആൾക്ക് എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ ഒരു അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ. ഹെയർ സ്റ്റൈലാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും എങ്ങനെ വേണം. മേക്കപ്പിലാണെങ്കിലും എന്നോട് അത്യാവശ്യം സജഷൻസ് ഒന്നും വന്നില്ല. എനിക്ക് ആകെ വന്നത് എനിക്ക് ബ്രൈറ്റ് കളർ ലിപ്സ്റ്റിക്ക് വേണം, അത് മാത്രമേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ആൻഡ് ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിക്കുന്നുണ്ട്. ആൻഡ് ആളുടെ റിവ്യൂവും കാര്യങ്ങളും ഞാൻ കാണിക്കാം. ആൻഡ് എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ആർക്കെങ്കിലും മേക്ക് ഓവറിൻ്റെ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ നമ്പറും ഇൻസ്റ്റ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട്. ഇല്ലല്ല, അടിപൊളി. കംഫർട്ട് അല്ലേ ടീം? ഓ സെറ്റാണ്, സെറ്റാണ്.